ഹലോ മുത്തുമണീസ്, ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. അത് സാധിക്കണമെങ്കിൽ വർഷങ്ങൾ കഴിയണം അല്ലേ? വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ കാത്തിരുന്ന് ആശിച്ച് മോഹിച്ച് നടന്ന ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അന്നേരം ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തിലേക്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ. നമ്മുടെ അമ്മൂമ്മയുടെ പുന്നല നാട്ടിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നമ്മളൊരു 6 മണിയായപ്പോൾ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിയല്ല, 4:30 എണ്ണിച്ചു. മോട്ടറിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട്, പൈപ്പിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നേരം വെളുത്തിട്ട് മേളിൽ പോയി മോട്ടർ അടിച്ചു കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്ലേലി അമ്പലത്തിൽ പോകണമെന്നാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് മുന്നേ ഏകദേശം ഒരു 6 കൊല്ലം മുന്നേ നമ്മൾ പോയതാണ്. അതിനുശേഷം ഇതുവരെയും പോയിട്ടില്ല. എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനോട് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ചില സിറ്റുവേഷൻസും കാരണം അത് നടന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഞായറാഴ്ച ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചു. ഞാനല്ല, ഏട്ടൻ പറഞ്ഞു നീ റെഡി ആയിക്കോ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് തന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അതിന് മുന്നേ ആയിട്ട് വീഡിയോ കാണുന്നവരോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ദയവേത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ അതുപോലെ നമ്മളൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിന് എന്തും വേണ്ടി സമയം എടുക്കുമെന്നറിയാം. അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ കണ്ടു പോകുമ്പോഴത്തേക്കിന് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്ത് പോവാട്ടോ. അന്നേരം മാക്സിമം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ആവറേജ് വ്യൂ കാണുമ്പം എനിക്ക് തോന്നും വിഷമം വരും കേട്ടോ. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ഇടുമ്പോൾ അതിൽ ആൾക്കാർ കാണുന്നത് 2-3 മിനിറ്റാണ് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം ഒന്ന് കാണാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക, ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് ഒന്നിച്ച് മുന്നേറാന്നേ. കമോൺ, ഓക്കെ. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, 8 മണിയൊക്കെ ആയി കേട്ടോ. എന്ത് ചെയ്യാനാ, നേരത്തെ പോകണമെന്നൊക്കെ 7 മണിയാകുമ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. 8 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അല്ലല്ല 8 മണി ആവാറായി. 7:45 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഞാൻ, മോന്, ഏട്ടൻ, അങ്ങനെ നമ്മൾ പമ്പിൽ വന്നു. പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ചേച്ചിമാരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകാൻ കേട്ടോ. ചേച്ചിമാർ അവിടുന്ന് നമ്മുടെ അമ്പലത്തിലിടാൻ പൈസ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കൊണ്ട് നമ്മൾ പോവാണ്. നമ്മുടെ കല്ലേലി അമ്പലത്തിൽ പോവാണ്. നമ്മളെ പുന്നല അമ്മൂമ്മയുടെ നാട്ടിൽ നിന്ന് നേരെ നമ്മൾ പോവാണ് കല്ലേലി അപ്പൂപ്പൻ്റെ നാട്ടിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. നടക്കുന്ന സ്കൂളെന്നായിരുന്നു നേരത്തെ പേര്. ഇപ്പം നമ്മുടെ ആ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ഇരിക്കുന്ന ആളുടെ ഫാദറും മരിച്ചു പോയിട്ടുണ്ടെന്ന്. ആ പുള്ളിയുടെ പേരിനകത്ത് ഇങ്ങനെ ചേർത്താണ് ഇപ്പോൾ പേര് KRM എന്നോ അങ്ങനെ കണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ. എൻ്റെ സ്കൂളാണ്. പിന്നെ ഈ കല്ലേലി അമ്പലത്തിലോട്ട് പോകുന്നതിന് ഒരു കഥ പറയാനുണ്ട്. കാരണം എന്താ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഏകദേശം ഒരു 6-7 വർഷം മുന്നേ ഞാൻ നമ്മുടെ പത്തനാപുരത്തൊരു കടയിൽ നിൽക്കുമായിരുന്നു. അന്നേരം ഏട്ടനും ഞാനും തമ്മിൽ സ്നേഹമൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സാണ്. അന്നേരം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അന്നേരം ഏട്ടൻ പറഞ്ഞു കലഞ്ഞൂർ അമ്പലത്തിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, അന്നെന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കലഞ്ഞൂർ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു അന്ന് എനിക്ക് 9 മണിയാകുമ്പോൾ കടയിൽ കയറണം, ഞായറാഴ്ചയാണ്, +2 പഠിക്കുന്ന സമയമാണ്. അന്നേരം ശനിയും ഞായറും ഞാൻ കടയിൽ പോയി നിൽക്കുമായിരുന്നു കേട്ടോ. അന്നേരം ഏട്ടൻ പറഞ്ഞു ശരി നമുക്ക് കലഞ്ഞൂർ അമ്പലത്തിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു അതിനപ്പുറത്തൊരു 2 വളവ് കഴിയുമ്പോൾ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിലൂടെ കയറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് 2 വളവെന്ന് പറഞ്ഞു. 2 വളവായി, 3 വളവായി, 4 വളവായി. ഞാൻ പറഞ്ഞു അണ്ണാ എന്ത് അണ്ണാന്നാണ് ഞാൻ അന്ന് വിളിക്കുന്നത്. അണ്ണാ എവിടെ അണ്ണാ അമ്പലം? ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് എന്നെ ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ കല്ലേലി അമ്പലത്തിലാണ് കേട്ടോ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്. 9 മണിക്ക് കയറേണ്ട ഞാൻ ചെന്ന് കയറിയത് 12 മണിയായപ്പോഴാണ്. അത്രയും ദൂരമുണ്ട്. അതുപോലെ പോയിട്ട് തിരിച്ച് വരുന്ന അത്രയും ദൂരമാവത്തില്ലേ. പക്ഷേ ഇങ്ങ് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ, പിന്നെ ഒരു വട്ടം വന്നു, ആദ്യമായിട്ട് അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ 2-3 വട്ടം കല്യാണത്തിന് മുന്നേ അവിടെ വന്നിട്ടുണ്ട്, സ്നേഹിക്കുന്നതിന് മുന്നേ കേട്ടോ.
അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. കാര്യം 6 വർഷം മുന്നേ ഞാൻ വന്നപ്പം ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ അമ്പലം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചെന്ന് വെച്ചാൽ ഒരുപാട് പുരോഗമിച്ചു. ഇത്രയും വണ്ടികളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടാണോ, ഇതാണോ, നമുക്കിനി സ്ഥലം മാറിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഏട്ടൻ പറഞ്ഞ അല്ലല്ലോ ഇത് തന്നെ. കാരണം ഏട്ടൻ ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ. അത് മാത്രമല്ല ഏട്ടൻ വീഡിയോയിലൊക്കെ ഈ അമ്പലം ഇങ്ങനെ ആയത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഒന്നും കണ്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി കേട്ടോ. കാരണം നേരത്തെ വന്നപ്പം വെറും ഒരു കാവ് മാത്രമായിരുന്നേ. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മുടെ അപ്പൂപ്പൻ്റെ കൃപ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൂപ്പൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അമ്പലത്തിൽ ഒരുപാട് കെട്ടിടങ്ങളായി. പിന്നെ ഈ കെട്ടിടങ്ങൾ പണിഞ്ഞവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ സൂപ്പറായിട്ട് പണിഞ്ഞു. കെട്ടിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡുകളാണ്. പക്ഷേ അവർ പണിഞ്ഞവർ ഇതിൽ നിന്നിരുന്ന ഒരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നും വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ അതെല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഷെഡുകളൊക്കെ പണിഞ്ഞേക്കുന്നത്. ഇതാണ്ട് കണ്ടോ, ഇപ്പോഴും നമ്മുടെ ആ തനതായ രീതിയിൽ ഓല മേഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പൂപ്പൻ്റെ അതാണ് അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് ഞാനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. പിന്നെ ഈ കഞ്ഞി കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തതാണ്. കാരണം ഇത് നമ്മൾ നമ്മൾ എത്ര വിശന്നിരിക്കുന്നതിനും ഒരു പിടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും. എത്ര കഴിക്കാത്ത മക്കളും കഴിക്കും. എൻ്റെ വിച്ചുമോനൊക്കെ ആണെങ്കിൽ കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ ഇതിനകത്ത് ഇവിടെ വന്ന ശേഷം ഈ കഞ്ഞി ആ അച്ചാറും എരിയുണ്ടല്ലോ, എന്നാൽ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് തരാം അവൻ കഴിച്ചു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അമ്പലത്തിലെ ചോറാണെങ്കിലും എൻ്റെ മോൻ കഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും മനസ്സിന് ഭയങ്കര സമാധാനവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതാണ് കണ്ടത്, ഇത് ആറാണ്. ഈ ആറ്റിൽ ഒട്ടും വെള്ളമില്ല. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ നടുക്കോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ അവിടം വരെ വെള്ളം കാണും, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ ആണെങ്കിൽ. ഇപ്പം എന്താ പറയുക, അകത്ത് ചെന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊരു മനസ്സിനൊരു ഇതില്ലായിരുന്നു കേട്ടോ. മനസ്സിനൊരു ഇത് എന്നാ വീഡിയോ ഒന്നും എടുക്കാനുള്ള എനിക്ക് എങ്ങനെയല്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം, എനിക്ക് തോന്നുന്നൊരു 1-2 മണിക്കൂർ ഞാൻ അവിടെ തന്നെ ഒന്നൊന്നര മണിക്കൂർ ഞാൻ അവിടെ തന്നെ നിന്ന് അതിനകത്ത് തന്നെ കറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഏകദേശം ഒരു 500 അല്ല കേട്ടോ, ആൾക്കാർ വന്നു പോയി നിൽക്കുകയാണ്. ഭയങ്കര ആളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇപ്പം ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ളൊരു അമ്പലമാണ്. ഭയങ്കര ശക്തിയുള്ളൊരു അമ്പലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കണം കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ നീറ്റ്നെസ്. എൻ്റെ പൊന്നെ, ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ബാക്കി എന്ത് നമ്മൾ നോക്കിയാലും, ബാക്കി എന്ത് നമ്മൾ ക്ലിയർ ആണെന്ന് പറഞ്ഞാലും ബാത്റൂമിൻ്റെ ഭാഗം വരുമ്പോൾ ഏകദേശം എല്ലാ അമ്പലങ്ങളിലും നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സിനൊരു തൃപ്തി ഇല്ലാത്ത പോലെയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ബാത്റൂം ആയിക്കോട്ടെ, അവിടുത്തെ പരിസരമായിക്കോട്ടെ, അവിടെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഈ നിവേദ്യങ്ങളാണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്ന ഒരു അമ്പലമാണിത്. നമ്മുടെ ചന്ദനത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നേ. അതിൻ്റെ ഒരു വേസ്റ്റ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോലും അവിടെ ആ പരിസരത്തേക്കും കിടക്കത്തില്ല കേട്ടോ. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിക്കുന്നത് കേട്ടോ. സത്യം ഭയങ്കര വൃത്തിയാണ്. പിന്നെ ഈ റോഡ് ഭാഗം വരുമ്പോൾ, ഈ ഐസ്ക്രീം ഒക്കെ വിൽക്കുന്ന ഭാഗം വരുമ്പോൾ മാത്രം അവിടെ ഒരു ഇച്ചിരി ചപ്പും ചെറും പോലെ ഉണ്ട്. കാര്യം അവിടെ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് ഇത് ഈ മനുഷ്യന്മാരെ തന്നെയാണ് കാണിക്കുന്ന വേലയാണ്. അവിടെ തന്നെയാണ് ഇടുന്നത്. ഈ പറഞ്ഞാൽ ഞാൻ പോലും ആണെങ്കിലും കേട്ടോ, നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അയച്ച് അവിടെ തന്നെയാണ് ഇടുന്നത്. പിന്നെ എനിക്കൊന്ന് അന്ന് തന്നെ അവർ ക്ലീൻ ചെയ്യുമെന്ന് തോന്നുന്നു. പഴകിയതൊന്നും അവിടെ കിടപ്പില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് എൻ്റെ ഐസ്ക്രീം തട്ടിപ്പറിച്ചെൻ്റെ മോൻ കഴിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്തുമായാലും പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോവേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ പോയിട്ട് വന്ന് കയറുന്ന അമ്പലമാണിത്. ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അവിടെയും കയറി തൊഴുത് മനസ്സ് നിറഞ്ഞ് നമ്മൾ പിന്നെ വന്ന് എനിക്കത് 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടെ സർബത്ത് കടയിലെത്തിയപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർബത്ത് കുടിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ നമ്മൾ നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുന്നത്. ഇത് കാണുമെങ്കിലും ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് കുടിക്കാനൊരു മടിയാണ് സത്യം പറഞ്ഞാൽ. ഇനി വാങ്ങിച്ച് കുടിച്ച് ടേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ കാശ് പോകുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് കുടിക്കാതിരുന്നത്. പക്ഷേ കുടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ലതാണ് കേട്ടോ. 30 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. ഞാൻ പച്ചയാണ്, ഗ്രീൻ ആപ്പിളാണ് വാങ്ങിച്ചത്. ഏട്ടൻ മുന്തിരിങ്ങയാണ് വാങ്ങിച്ചത് കേട്ടോ. എന്നിട്ട് ദാണ്ട ഞങ്ങൾ പിന്നെയും യാത്ര തിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വിച്ചുമോനൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കലഞ്ഞൂർ എത്തി കേട്ടോ. കലഞ്ഞൂർ അമ്പലം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കിന് എൻ്റെ ഫോണിൻ്റെ
ചില സമയത്ത് ഹാങ് ആവും. അങ്ങനെ പണി കിട്ടി. നമ്മൾ നേരെ പിന്നെ പത്തനാപുരത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയാണ് കേട്ടോ സന്തോഷേട്ടൻ്റെ ഒരു ബന്ധത്തിലൊരു ചേട്ടനാണ്, അത് അനിയനാണ്. അന്നേരം അവരെ കണ്ട് അവരൊന്ന് കാര്യം പറഞ്ഞു. അട്ടു എന്നാണ് ആളുടെ പേര്. പിന്നെ അപ്പുറത്ത് നിന്ന് ശ്യാംലാൽ കേട്ടോ. അന്നേരം അണ്ണനാണെങ്കിൽ വലിയ ലോറിയാണ് ഓടിക്കുന്നത്. പിന്നെ നമ്മൾ പമ്പി വന്ന് നമ്മുടെ ചേച്ചിമാരുടെ അടുത്ത് പിന്നെയും വന്ന് പെട്രോൾ അടിക്കാൻ വന്നതല്ല, നമ്മൾ പായസം കൊടുക്കാൻ വന്നതാണ് കേട്ടോ. അന്നേരം അവർക്ക് നമ്മൾ പായസമൊക്കെ കൊടുത്തിട്ട് നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. കാരണം ചേച്ചിമാർ ഏട്ടൻ നേരത്തെ പമ്പി നിൽക്കുമായിരുന്നു. അന്നേരം അതുകൊണ്ട് ഭയങ്കര കൂട്ടാണ് ഇവരെല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചേച്ചിമാർക്കെല്ലാം കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കടക്കാമൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കോന്നംകുന്ന് അപ്പൂപ്പൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ പുന്നല അമ്മുമ്മയുടെ മണ്ണിൽ നിന്ന് നേരെ കല്ലിലി അപ്പൂപ്പൻ്റെ മണ്ണിൽ പോയി. കല്ലിലി അപ്പൂപ്പൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ നേരെ കോന്നംകുന്ന് അപ്പൂപ്പൻ്റെ മണ്ണിൽ വന്ന് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് വിച്ചുമോനൊക്കെ നല്ല ഉറക്കമായി കേട്ടോ. അങ്ങനെ അവനെ കൊണ്ട് കിടത്തി. എന്നിട്ട് നമ്മൾ നമ്മുടെ സംഭവങ്ങൾ എടുക്കുകയാണ്. ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഉണ്ണിയപ്പമാണ്, 30 രൂപയാണ് കേട്ടോ. നഷ്ടമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രസാദം വാങ്ങിച്ചിട്ടുണ്ട് അവിടുന്ന്. പ്രസാദം ഞാൻ കഴിച്ചതിൻ്റെയാണ് ആ ഒരു എലി കറണ്ട പോലെ ഭാഗം കേട്ടോ. ഞാൻ ആ സ്പൂൺ വെച്ച് എടുത്ത് ഞാൻ പ്രസാദം കഴിച്ച് ഏട്ടനും കൊടുത്തു. പിന്നെ ഒരു ഉണ്ണിയപ്പം എടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ. അന്നേരത്തേക്ക് എൻ്റെ മോൻ ചാടി എണ്ണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെയും കൊണ്ടുള്ള യാത്രയാണ് മക്കളെ. ഏട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ വിച്ചുമോനും ഞാനും കൂടെ എൻ്റെ പൊന്നെ എന്നെയും കൊണ്ട് വണ്ടി എടുത്തോണ്ട് നേരെ ഗ്രൗണ്ടിൽ പോയി കേട്ടോ. ഗ്രൗണ്ടിൽ പോയിട്ട് ഇവിടെ അന്ന് ഇയാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സൈറ്റാണ് കേട്ടോ. മറ്റേതിലെ സ്റ്റെപ്പ് പോലായിട്ട് ഇയാൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് മോനെ ഇറങ്ങല്ലേ മോനെ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ എന്നെ വലിച്ചെടുത്തോണ്ട് ഇറങ്ങി. പിന്നെ ഇവിടെ വലിയ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറക്കി കേട്ടോ. കുറച്ചൊന്ന് തണുക്കട്ടെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും രാവിലെ എല്ലാം ഇങ്ങനെ യാത്ര ചെയ്തല്ലേ, കുഞ്ഞൊന്ന് തണുത്തോട്ടെന്ന് വിചാരിച്ച് രാവിലെ പിന്നെ മേല് കഴുകിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് കേട്ടോ. കണ്ടോ, ഭയങ്കര കുരുത്തക്കേടാണ്. പിന്നെ ഞങ്ങളുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല രസമാണ്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷേ നമുക്ക് വീഡിയോ എടുത്തു തരാനും ഫോട്ടോ എടുത്തു തരാനും ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. വേറൊരു ദിവസം ഞാനിത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ, ഇയാൾ ചെരുപ്പ് എടുത്ത് എറിയുക, അതാണ് പരിപാടി. എന്നിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി പോകാനാ. പിന്നെ മോനെ കുഴിയാന്നൊക്കെ പറയുമ്പം അവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, കുഴിയാന്ന്, അതുകൊണ്ട് പോകത്തില്ല. താണ്ട എങ്ങനെയുണ്ട് ഈ കല്ലുകളൊക്കെ, നല്ല രസമില്ല. ഇതിൻ്റെ നടുക്കിരുന്ന് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാമെങ്കിൽ നല്ല രസമാണ് കേട്ടോ. വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാമെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ അധികം ആളും ഒന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അണ്ണന്മാരൊക്കെ വരും, അതേ ഉള്ളൂ. എന്താ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. അതാണ്ട് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങ് ഇറങ്ങി വരാൻ. എന്നിട്ട് എല്ലാ സാധനവും അവിടെ കൊടുത്തു. അതായത് മൊബൈൽ, പിന്നെന്തായിരുന്നു, വിച്ചുവിൻ്റെ കൊലുസ് ഊരിയിട്ടുണ്ടായിരുന്നു, അത്, ചെരുപ്പ്, പിന്നെ അവൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടി, ഇത്രയും സാധനം അവിടെ കൈ കൊടുത്തിട്ട് എൻ്റെ മോനെ പൊക്കി എടുത്തുകൊണ്ടാണ് പോയത്. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഇതാണ് പ്രസാദം കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസമല്ലേ ദൈവം എന്ന് പറയുന്നത്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ എന്താണ്ട് അടുത്ത പ്രസാദമാണ്. ചാച്ചൻ്റെ പേരിൽ നമ്മളൊരു അർച്ചന എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഞാൻ അവൾക്ക് കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് കയറിപ്പോയി. അവിടെ പണി നടക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടൻ നേരത്തെ പോയി. അന്നേരം ഏട്ടൻ്റെ പുറമെ ഞാനും എൻ്റെ മോനൂടെ പോയി. അന്നേരം വലിയോച്ചൻ്റെ തല നോക്കി തരുവാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പേനയൊക്കെ കൊല്ലാൻ. എനിക്കങ്ങനെ ഇരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അവളങ്ങനെ തലയൊക്കെ നല്ല നോക്കി തന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ തല അത്യാവശ്യം പേനും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ നോക്കി അവൾക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ കൊല്ലാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏട്ടനും ദീപുവും ഷൈജുവും പിന്നെ രാഹുലും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം പിന്നെ സന്തോഷൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ പാല് കാച്ചുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോകാൻ ഞങ്ങൾ പിന്നെ റെഡിയായി. ഏതെങ്കിലും ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ആ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. എന്നാ നമ്മൾ കുറച്ച് നേരമല്ലേ ഇടുന്നുള്ളൂ. അത് വന്നിട്ട് ഊരുന്നു, എടുത്ത് അമ്പലത്തിൽ പോകുമ്പോഴേ ഉള്ളൂ ഇങ്ങനെ ഫ്രഷ് ഡ്രസ്സ് ഇടുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടം ഇട്ടിട്ട് നമ്മളത് ഊരി വെയിലത്തിടും. പിന്നെ വീണ്ടും പിറ്റേന്ന് പോകുമ്പോൾ പിന്നെ ആ തുണി എടുത്തിട്ടുണ്ട് പോകും, സ്വാഭാവികം. പിന്നെ നമ്മൾ നേരെ പത്തനാപുരത്തോട്ട് വന്നതാണ് കേട്ടോ, അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പത്തനാപുരത്ത് വന്ന് എൻ്റെ പൊന്നെ കടയിലോട്ട് കയറാൻ പറ്റത്തില്ല. കയറി കഴിഞ്ഞാൽ എൻ്റെ അമ്മ കിടന്ന് ഭയങ്കര ബഹളമാണ് വണ്ടികളൊക്കെ കണ്ടിട്ട്. പക്ഷേ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് മുതലാവുന്ന കേസല്ല. നമ്മൾ എന്നാലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടനൊക്കെ വലിയ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റ എറി എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ഒറ്റ എറി എറിഞ്ഞുള്ളൂ. വണ്ടി 4 സ്ഥലത്ത് പോയി.
എന്നാ പറയുക, അതുപോലെ പെട്ടെന്ന് നശിപ്പിക്കും കേട്ടോ. നമ്മൾ 200 എടുത്തൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ ഒറ്റ ഇറക്കേ ഉള്ളൂ, മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി തരും. വേണ്ട, ആ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള കരച്ചില്ല. അന്നേരം കുഞ്ഞൊരു വണ്ടി വാങ്ങിച്ചു കേട്ടോ, ചെറിയൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു. കാര്യം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, എന്തുമായാലും നിലനിൽക്കത്തില്ല. അതിനേക്കാളും നല്ലത് കുറഞ്ഞ ഏതിലും വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. എന്നാൽ അത് വേണ്ട, വലുത് വേണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നതാണ്. വേണ്ട, ഇതാണ് കേട്ടോ വീട്. വിഷ്ണു എന്നാണ് എൻ്റെ പേര്, ചേച്ചിയുടെ പേര് ആതിര. അങ്ങനെ നമ്മൾ ആ വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. വീടിൻ്റെ വർക്കെന്ന് വെച്ചാൽ സൂപ്പറാണ്, നല്ലൊരു വർക്കാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. കളർ തീം ആയാലും ലൈറ്റിംഗ് ആയാലും. ഇതാണ് ആതിര ചേച്ചി, ഇവരുടെ വീടാണ് കേട്ടോ. ആതിര ചേച്ചി വിഷ്ണു അണ്ണൻ അപ്പുറത്ത് നിൽപ്പുണ്ട്, കാപ്പി കുടിക്കുന്നത് കണ്ടില്ലേ, അതാണ് വിഷ്ണു അണ്ണൻ. അങ്ങനെ നല്ല അടിപൊളി വീടാണ്. ആ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഗോൾഡ് കളറിലും ഉണ്ട്, വൈറ്റ് കളറിലും ഉണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ കിച്ചൺ എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞൊരു കിച്ചണാണ്. പിന്നെ അപ്പുറത്ത് അടുപ്പ് വെക്കുന്ന സാധാ കിച്ചണും ഉണ്ട്, അതും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് പുകയില്ലാത്ത അടുപ്പാണോ എന്ന് എനിക്കറിയത്തില്ല. അതാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുക വരത്തില്ലല്ലോ. അന്നേരം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം, കരി പറ്റുന്ന ആ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഇതാണ്ട് നമ്മൾ ഈ സാധനം കണ്ടോ, ഈ ഡൈനിങ് ടേബിളിനകത്തിരിക്കുന്ന ഈ കല്ലെടുക്കാൻ നോക്കുക എൻ്റെ മോൻ. അവനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല കണ്ടോ. ചേച്ചിയൊക്കെ പറയാണ് എടുക്കാൻ നോക്കുകയാണോടാ എന്നൊക്കെ പറഞ്ഞാൽ അവനെ കളിപ്പിക്കുകയാണ്. ഇവർക്ക് 2 മക്കളുണ്ട് കേട്ടോ, ഒരു മോനും ഒരു മോളും ഉണ്ട്. മോൻ അത്യാവശ്യം വലുത് 6 വയസ്സ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മോള് കുഞ്ഞാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ നേരെ ഇതാണ്ട് ആദ്യം സെർലാസ് വന്നു, പിന്നെ അച്ചാർ വന്നു. ഇവന് ഇങ്ങനത്തെ ഈ സലാഡ് കാര്യങ്ങളാണ് ഇഷ്ടം. കാരണം നമ്മളിപ്പം ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലും അതായത് പാർസൽ വാങ്ങിക്കുമ്പം ഇപ്പം ഷവായ വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഷവർമ വാങ്ങിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഇതുപോലത്തെ കട്ട് ഫ്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ കിട്ടുമല്ലോ. അതാണ് എൻ്റെ മോൻ കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. ഈ ഉള്ളി, കിഴങ്ങ്, ക്യാരറ്റ്, ഈ സാധനങ്ങളൊക്കെയാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അവൻ ചിക്കനൊക്കെ കഴിക്കുന്നത് കുറവാണ്, ഇഷ്ടമാണ്, പക്ഷേ എന്നാലും അധികം അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ നമ്മൾ അവിടുത്തെ ഫുഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ കോളനിയിലോട്ട് കയറുകയാണ് കേട്ടോ. ഒറ്റ മനുഷ്യന്മാരില്ല, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പം. അങ്ങനെ നമ്മൾ നമ്മുടെ കോളനിയിൽ കൂടെ കയറി ആരുമില്ലാത്ത വിജനമായ റോഡിൽ കൂടെ പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ എല്ലാ ആൾക്കാരും നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പലപ്പോഴും. പിന്നെ ദാണ്ട് ഈ സംഭവം കണ്ട എങ്ങനെയുണ്ട്, സ്റ്റൂള് നല്ല രസമില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ്, കൊള്ളാമോ. പക്ഷേ റേറ്റ് നല്ല കുറവാണ് കേട്ടോ, 30 രൂപയേ ഉള്ളൂ. അതിനുള്ള ക്വാളിറ്റിയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയ കുട്ടികൾക്കൊന്നും കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല, പൊട്ടിപ്പോവും. അന്നേരം ദാണ്ടേ ഞാൻ എന്നിട്ട് ഒരു ഡാസറിൻ്റെ ഐലൈനർ വാങ്ങിച്ചു, ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചു. നെയിൽ പോളിഷ് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് കട്ടിയായിരുന്നു. അത് ഞാൻ പിന്നാണ് ശ്രദ്ധിച്ചത് മക്കളെ. ഞാൻ വിചാരിച്ച് ഇനി പോവാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് വിശന്നെന്ന് വെച്ചാൽ മധുരം കഴിക്കണമെന്നൊരു കൊതി. അന്നേരം ഞാൻ വിചാരിച്ച് എന്തായാലും കേക്കിനുള്ള സാധനങ്ങളുണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കേക്കെല്ലാം കൂടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പ് വെക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി ഞാൻ, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ ദാണ്ട കണ്ടോ എൻ്റെ കേക്ക്, നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തൊട്ടപ്പോൾ തന്നെ ആ തൊട്ട പാടവിടെ പതിയുന്നുണ്ടോ, അതുപോലെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ദാണ്ടോ. അന്നേരം നമ്മൾ കേക്ക് ഉണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. 1 കിലോ ഉള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. 2 മുട്ട, അതിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. നല്ലപോലെയല്ല, അത്യാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിടുക. എന്നിട്ട് അത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ 1/4 കപ്പ് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒഴിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ആവും നമ്മുടെ കേക്ക്. ഇല്ലെങ്കിലും വലിയ വിഷയം വരത്തില്ല. അല്ലാതെ നമ്മൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കപ്പ് മൈദാമാവ് എടുക്കുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ എടുക്കുക, 1 പിഞ്ച് ഉപ്പ് എടുക്കുക, 1 ടീസ്പൂൺ നമ്മുടെ പാൽപ്പൊടി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച സാധനത്തിനകത്തോട്ട് കുറച്ച് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്ത ശേഷം
പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെക്കണം. എന്നിട്ട് അത് നല്ല ചൂടായെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം, ഓവൻ സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വിറകടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട്, ഈ ഞാൻ പറഞ്ഞില്ലേ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട്, ഈ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ചേക്കല് ബബിൾസ് വരും. അതിന് മുന്നേ നമ്മൾ വിനാഗിരി ഒഴിക്കുക, ടിന്നിനകത്താക്കുക, എടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കുക. അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ കുറച്ച് നേരം കഴിഞ്ഞിട്ടെടുത്ത് വെക്കരുത്, ചിലപ്പോൾ കേക്ക് ഹാർഡായി പോകും. അങ്ങനെ ചെയ്ത് എടുത്ത കേക്കാണ് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ കേക്ക് ഒന്ന് ചെറിയൊരു ഡ്രൈനെസ് പോലെ നിങ്ങൾക്ക് തോന്നും, കാരണം അതിങ്ങനെ മുറിക്കുമ്പോൾ നമുക്കത് മുറിച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും, അല്ല കഴിക്കുമ്പോൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അത്ര ശ്രദ്ധിച്ച് കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ സൺഫ്ലവർ ഓയിലല്ല വിനാഗിരിയെ യൂസ് ചെയ്തേക്കുന്നത്. വിനാഗിരിയാണെന്ന് മനസ്സിലാവും, വിനാഗിരിയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിക്കാതെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു എഫക്റ്റ് വരും. പക്ഷേ അല്ലാതെ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ ആ ഒരു ഇത് വരത്തില്ല. നമ്മുടെ ഷുഗർ സിറപ്പിന് ഒഴിച്ച് നമ്മൾ സോക്ക് ചെയ്തെടുക്കണം, അതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. എന്നിട്ട് നമ്മളിത് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഏട്ടൻ അങ്ങനെ കേക്കിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. മധുരത്തിനോട് ഏട്ടന് താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനാണെങ്കിൽ ഈ നമ്മൾ കേക്ക് കൊടുത്താലും ക്രീമൊന്നും കഴിക്കത്തില്ല, ക്രീമൊക്കെ മാറ്റി വെക്കും. പിന്നെ അത് ഞാൻ കഴിക്കുകയാണ് പതിവ്. പിന്നെ എന്താ പറയുക, കേക്ക് മാത്രം ഇങ്ങനെ തപ്പി പിടിച്ച് കഴിക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ കേക്ക് എന്ന് പറഞ്ഞ സാധനമേ വലിയ താല്പര്യമൊന്നും ആളല്ല. ഇയാൾക്കിങ്ങനെ എന്താ പറയുക, ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പ് വട, പിന്നെ കടുമുട ഐറ്റംസ്, മുറുക്ക്, മിച്ചറാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. മിച്ചറാണ് കേട്ടോ, മിച്ചർ, പിന്നെ പക്കവട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. എനിക്ക് അത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേക്ക് ഉണ്ടാക്കാനാണ്. കാരണം എനിക്ക് കഴിക്കാനും ഇഷ്ടം അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ. കാരണം സത്യം പണ്ടൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുമെന്നോ. പക്ഷേ പണ്ടോട്ടേ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കുളമായിട്ടുണ്ട്, കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. കാരണം അന്നൊന്നും യൂട്യൂബില്ലല്ലോ, ഓരോന്ന് കഴിക്കുമ്പോഴാണ് നമ്മൾ ആ ടേസ്റ്റ് മനസ്സിലാക്കി ഇന്ന സാധനം എന്ന് വിചാരിച്ചിട്ട്. യൂട്യൂബ് ഉണ്ട്, പക്ഷേ നമുക്കറിയത്തില്ല, എനിക്ക് ഫോണില്ല, അതൊക്കെ കൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതാ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്താൽ മതി, പക്ഷേ എന്നാലും ഞാൻ അത്യാവശ്യം നല്ലപോലെ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് സെയിലൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പഠിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളിത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തത്, ഏകദേശമെങ്കിലും സെറ്റായോ. കുറേ വട്ടമൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്താലേ നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ എന്നാണ്. പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, എപ്പോഴായാലും പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടും കൂടെ ശ്രമിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് റെഡി ആയിട്ട് വരത്തുള്ളൂ. പിന്നെ എൻ്റെ ക്രീം കുറച്ച് ലൂസായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ സ്റ്റിഫ് ആവണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിപ്പോൾ കാണുമ്പോഴും മനസ്സിലാവും, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മതിയെന്നങ്ങ് വെച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ബേക്കറിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടേ, പക്ഷേ അവിടുത്തെ വില കേൾക്കുമ്പോൾ വാങ്ങിക്കാൻ മനസ്സങ്ങ് മടിക്കും. പിന്നെ ഓരോ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പം കഴിക്കാൻ നമുക്ക് തരുമല്ലോ, അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ ടേസ്റ്റ് മനസ്സിലായിട്ട് ഞാൻ അതിൻ്റെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാ ബേക്കറിയിലുള്ള സാധനങ്ങളല്ല ഏകദേശം ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ണിയപ്പം, പിന്നെ നമ്മുടെ അച്ചപ്പം, കുഴലപ്പം, മുറുക്ക്, ഡയമണ്ട്, അങ്ങനെയുള്ള കുറേ വെട്ട് കേക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, സക്സസ്സും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് സമയപരിമിതി മൂലം നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ. ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ പതിവ്. ദാണ്ട് ഇതിപ്പം ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്, എന്നിട്ട് പിന്നെ ഞാൻ എടുത്ത് പിന്നെ രണ്ടാമത്തെ കോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ.
എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ ഇത് എന്നാ മിൽക്കി ബാറാണ്, മിൽക്കി ബാർ ഇങ്ങനെ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്, എന്നിട്ടും ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവേ. അങ്ങനെ ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ പരിപാടി. ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഉണ്ടാക്കുന്നതിൽ. 12 മണിയായാലും 1 മണിയായാലും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് കേട്ടോ മാക്സിമം കിടക്കാറ്. പക്ഷെ ജോലികളല്ല എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള ലോട്ടിലോട്ടുക്ക് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ്ട് കണ്ടോ, എന്ത് കിട്ടിയാലും ഇങ്ങനെ മണത്ത് നോക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മണത്ത് നോക്കി ആ മണം ഒന്ന് സെറ്റായാൽ മാത്രമേ എനിക്കും ഒരു വിശ്വാസമുള്ളൂ കേട്ടോ. മണത്തിലാണ് കാര്യമെന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ ഇത് നമ്മുടെ പാലറ്റ് നൈഫാണേ, അതുകൊണ്ട് തന്നെയാണ് മുറിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര ജ്യൂസിയാണെന്ന്. ഇതാ കണ്ടോ, അത് താന്ന് പോകുന്നുണ്ട്, എന്ത് പഞ്ഞി പോലെ ഇരിക്കുന്നതെന്നറിയാമോ കേക്ക്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ, ഫൈനൽ കോട്ട് ചെയ്ത് ഞാൻ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പീസ് എനിക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ക്രീം കുറച്ച് ലൂസാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കിപ്പോൾ കഴിക്കുന്ന കാണുമ്പോൾ കൊതി വരുന്നു. അന്നേരം എനിക്കൊരു മധുരം കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് ഈ പീസ് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ പീസ് ഫുള്ള് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്നാണ് നമ്മൾ ബാക്കിയെല്ലാം കഴിച്ചത് കേട്ടോ. നമ്മൾ രേഷ്മ, പിന്നെ അപ്പുറത്തെ ചെറിയ ആൾക്കാർ, അങ്ങനെ കുറച്ച് പേര്. അന്നേരം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അന്നേരം അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ, ബൈ ബൈ, സീ യു.